ഹലോ ഫ്രണ്ട്സ്, ഞാനെന്നുള്ളത് വിഴിഞ്ഞം ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ സ്ട്രക്ചറൽ വ്യൂ ആണ് നമ്മളീ കാണുന്നത്. ഇതാവട്ടെ നമ്മുടെ ഗൂഗിൾ എർത്ത് മാപ്പിലെ വ്യൂ ആണ്. അങ്ങനെ എടുക്കാൻ കാരണം നമ്മൾ ഇവിടെ നിന്ന് ഇന്നലെ വീഡിയോ ഷൂട്ട് ചെയ്ത സമയത്ത്, അതായത് 27-ാം തീയതി വീഡിയോ ഷൂട്ട് ചെയ്ത സമയത്ത് ഞാൻ ഈ പറയുന്ന ഈ വിഴിഞ്ഞം പോർട്ട് എന്ന് എഴുതിയ ആ റൗണ്ട് മുതൽ മുക്കോല വരെ ഒരു വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ആ വീഡിയോയോട് ചേർക്കാത്ത അത് കുറച്ച് ലെന്തായിപ്പോവും. അതുകൊണ്ട് ലെന്ത് കൂടിപ്പോകും വീഡിയോയ്ക്ക്. ഓൾറെഡി നമുക്ക് അതിന് വീഡിയോ വേറെ ഒന്നും ഒഴിവാക്കാൻ പറ്റില്ല. കാരണം അപ്ഡേഷൻ എന്ന് പറയുമ്പോൾ അന്നത്തെ ദിവസം എന്തൊക്കെ നടക്കുന്നു അതുവരെ നടന്ന എല്ലാവർക്കും കാണിച്ചേ പറ്റുള്ളൂ. അതുകൊണ്ടാണ് വീഡിയോ കുറച്ച് ലെന്തായിപ്പോൾ. അതിൻ്റെ ഒപ്പം ഇതുകൂടെ ആഡ് ചെയ്യുന്നാൽ കുറച്ചുകൂടി ലെന്തായിപ്പോൾ. അതുകൊണ്ടാണ് അഡീഷണലായിട്ട് ചെറിയൊരു വീഡിയോ ആണ് അതിലൂടെ ചെയ്യുന്നത്. ഈ നമ്മുടെ ഈ പറയുന്ന വീഡിയോ അപ്ഡേഷൻ വീഡിയോ അല്ല നിലവിൽ. ഇത് ഗൂഗിൾ എർത്ത് മാപ്പിലെ വ്യൂ ആണ്. പക്ഷേ സെൻറ്റിനൽ ഹബ്ബ് ആവട്ടെ അപ്ഡേഷൻ വീഡിയോ ആണ്. രണ്ടും രണ്ട് വ്യത്യാസം എന്ന് പറഞ്ഞാൽ സെൻറ്റിനൽ ഹബ്ബ് ഇത്രത്തോളം സൂം ചെയ്ത് ക്ലാരിറ്റിയോടെ നമുക്ക് എടുക്കാൻ പറ്റില്ല. ഗൂഗിൾ എർത്ത് മാപ്പ് ആവട്ടെ അപ്ഡേഷൻ കിട്ടില്ല, പക്ഷേ നല്ലപോലെ സൂം ചെയ്യാൻ പറ്റും, സൂം ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ നിലവിൽ നമ്മൾ കുറച്ച് ദിവസം മുന്നേ തന്നെ യാർഡ് പോർഷൻ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. യാർഡിലെ ക്രെയിൻസിൻ്റെ വീഡിയോസൊക്കെ, അല്ലെങ്കിൽ യാർഡിനകത്തുള്ള ആ പറയുന്ന ഇൻ്റർലോക്ക് ഇട്ട ഭാഗവും യാർഡിൻ്റെ തൊട്ടടുത്തുള്ള വീഡിയോ ഇവിടെ പോർട്ട് ഓഫീസ് ബിൽഡിംഗ് PO ബിൽഡിങ്ങിൻ്റെ മുകളിലൊന്ന് വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഈ PO ബിൽഡിംഗ് മുതൽ നമ്മൾ ഈ ഗേറ്റ് പാസ്, പോർട്ടിലേക്ക് കിട്ടുന്ന ഗേറ്റ് പാസ് വരെയുള്ള റോഡ് വരെയുള്ള പോർട്ട് റോഡ് എന്നുള്ള വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാത്തവർ ദയവ് ചെയ്ത് കാണുക. അത് കഴിഞ്ഞ്, അതായത് നിലവിൽ ഇത് കഴിഞ്ഞ് നമ്മുടെ ഈ ഗേറ്റ് പാസ് കഴിഞ്ഞ് പുറത്തോട്ടിറങ്ങി നമ്മളെ മെയിൻ റോഡുമായിട്ട് കണക്ട് ചെയ്യുന്നതും അവിടെ നിന്ന് മുക്കോല വരെയുള്ള റോഡിൻ്റെ ഒരു വീഡിയോ ആണ് ഞാൻ ഷൂട്ട് ചെയ്തിട്ടുള്ളത്. അതിപ്പോൾ ഞാൻ ആഡ് ചെയ്യുന്നതിന് മുന്നോടിയായിട്ട് നമുക്കിങ്ങനെ നോക്കാം. കണ്ട, ഇതിൻ്റെ ഇടയ്ക്ക് ഇതാണ് ആ റോഡ്, നമ്മുടെ വിഴിഞ്ഞം പോർട്ട് റോഡ്. ഇത് മെയിൻ റോഡുമായിട്ട് കണക്ട് ചെയ്യുന്നത് ഞാൻ കാണിക്കാം. ഇത് ഇവിടെ നിന്ന് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇത് ഈ പോർഷനിലാണ് മെയിൻ റോഡുമായിട്ട് കണക്ട് ചെയ്യുന്നത്. അതുമാത്രമല്ല, ഇവിടെ നിന്നും നമ്മൾ വണ്ടിയിലാണ് പോകുന്നതെങ്കിൽ വലത്തോട്ട് പോകുന്ന റോഡ് നമ്മളിങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ പൂവാർ ഭാഗത്തേക്കാണ് പോകുന്നത്. കേട്ടോ, പൂവാർ ഭാഗത്തേക്കും ഈ ഇടത്തോട്ട് നമ്മൾ പോർട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഇടതുവശത്തേക്കുള്ളത് വിഴിഞ്ഞം കോവളം ഭാഗത്തേക്കുള്ള റോഡാണ്. അപ്പോൾ നമുക്ക് പോകേണ്ടത്, ഞാൻ ഇന്നലെ പോയത് വിഴിഞ്ഞം കോവളം ഭാഗത്താണ്. ഞാൻ ആ റോഡൊന്ന് കാണിച്ചു തരാം. ഇതുവഴിയാണ് നമ്മുടെ നാച്ചുറൽ സ്റ്റോൺ കൂടുതലായിട്ട് വരുന്നത്. അതുമാത്രമല്ല, നമ്മളെ പോർട്ടിന് ആവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ ബ്രേക്ക് വാട്ടറിന് ആവശ്യമായിട്ടുള്ള ആക്രോപോഡും മറ്റ് വണ്ടികൾ വരുന്നതെല്ലാം ഈ വഴിയാണ് ധാരാളം വണ്ടികൾ പോകുന്നത്. ഇതുവഴി പോകുന്നവർക്കെല്ലാം സ്ഥിരമായിട്ട് അറിയാം, നല്ല തിരക്കാണ് ഈ റോഡ്. വലിയ ഹെവി ലോറികൾ കൊണ്ട് തന്നെയാണ് തിരക്കാണ്. എല്ലാം നമ്മളെ പോർട്ടിലേക്ക് വരുന്നതാണ്. ഇതാണ് മുക്കോലയിലേക്ക് വരുന്ന റോഡ്. കേട്ടോ, ഇതാണ് മുക്കോല ബസ് സ്റ്റോപ്പ്. നമുക്ക് മാപ്പിൽ തന്നെ കാണാൻ പറ്റും. ഇതാണ് മുക്കോല ബസ് സ്റ്റോപ്പ്. ഈ ബസ് സ്റ്റോപ്പിൻ്റെ സെൻറ്ററിൽ ഒരു വലിയ മരമുണ്ട്. അവിടെ ധാരാളം ആൾക്കാർ ഇത്രയും ചൂടത്തും റെസ്റ്റ് ചെയ്യുന്നത് കണ്ടുണ്ട്. ഇതാണ് മുക്കോല ബസ് സ്റ്റോപ്പ്. ഈ മുക്കോല ബസ് സ്റ്റോപ്പ് ഇവിടെ നമ്മൾ ഇടത്തോട്ട് തിരിഞ്ഞ് പോകുന്നത് വിഴിഞ്ഞം ഭാഗത്തേക്കാണ് പോകുന്നത്. വലത്തോട്ട് തിരിഞ്ഞ് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ NH66 നമുക്കിവിടെ കാണാൻ സാധിക്കും. പിന്നെ ഇതാ ഇവിടെ നിന്നും ഈ റോഡ് കുറേ ദൂരം പോയി കഴിഞ്ഞ് പൂവാർ റോഡുമാണ്. അതുമാത്രമല്ല ബാലരാപുരത്തും ചെന്ന് കയറാൻ സാധിക്കും. കുറേ കഴിഞ്ഞാൽ ബാലരാപുരത്തും ഇതാണ് ഈ റോഡ് സ്ട്രക്ചർ. ഞാൻ ഇത്രയും പോകേണ്ട കാര്യമില്ല, മുക്കോല വരെ പോയാൽ മതി. ഇതുവരെ ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ആ വീഡിയോ കൂടി ഞാനൊന്ന് ഉൾക്കൊള്ളിക്കാനും ശ്രമിക്കുന്നത്. ഇത് നമ്മൾ നേരത്തെ കണ്ട വ്യൂ തന്നെയാണ്. നമ്മൾ ആ റൗണ്ട് പോർഷൻ കഴിഞ്ഞ് തൊട്ട് അടുത്തുള്ള പ്ലേസാണിത്. ഇതാണ് ആ റോഡ്. ഉണ്ടോ, ഇതാണ് ആ റോഡ്. ഇവിടെ നിന്നാണ് പോകുന്നത്, സ്റ്റാർട്ട് ചെയ്ത് പോകുന്നത്. റോഡല്ല, ഇൻ്റർലോക്കാണ് കേട്ടോ, ടാറിങ് അല്ല, ഇൻ്റർലോക്ക് ചെയ്തിരിക്കുകയാണ്. നമ്മൾ വളരെ സ്ട്രെയിറ്റ് ആണ് കേട്ടോ റോഡ്. അതുമാത്രമല്ല, റോഡിൻ്റെ രണ്ട് വശത്തായിട്ട്, അതായത് വലത് സൈഡിലൊക്കെ ധാരാളം പുഷ്പങ്ങളും അങ്ങനെയുള്ള ചെടികളും, കാണാൻ ഭംഗിയുള്ള ചെടികളെല്ലാം ധാരാളം തന്നെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇത് വളരെ മാസങ്ങൾക്ക് മുന്നേ തന്നെ ഇതുണ്ട്. കറക്റ്റായിട്ട് വിട്ട് ലെവൽ ചെയ്ത് നല്ല ഭംഗിയാണ് കാണാൻ. ആ സൈഡൊക്കെ നേരത്തെ തന്നെ ചെയ്തിട്ടുണ്ട്. ഉണ്ടോ, ഈ വശത്തുകൂടിയാണ് ധാരാളം ലോറികളൊക്കെ നമ്മുടെ പോർട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള നാച്ചുറൽ സ്റ്റോണും ആക്രോപോഡും ഇതെല്ലാം കൊണ്ട് കടന്നു വരുന്നത് ഇതേ ഭാഗത്തേക്കാണ്. ഇത് പോർട്ടിലേക്ക് ആവശ്യമുള്ള വർക്കേഴ്സിനെ കൊണ്ടുവരുന്ന വണ്ടിയാണ്. ധാരാളം വണ്ടികൾ ഒരേ സമയം പാസ് ചെയ്യാൻ സാധിക്കും. അതായത് 2 ലോറികൾക്ക് ഒരേ സമയം ഈ റോഡിലൂടെ പാസ് ചെയ്യാൻ സാധിക്കും. ഒരു റോഡിൽ കൂടി തന്നെ പാസ് ചെയ്യാൻ സാധിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് നിലവിൽ. കാരണം 4 വരി പാതയാണിത്. ഇതാണ് നമ്മളെ റോഡിലേക്ക് എത്തുന്ന ഒരു പോർഷൻ. ഉണ്ടോ, ഇവിടെ എപ്പോഴും സെക്യൂരിറ്റി ഗാർഡ് ഉണ്ട്. പിന്നെ ഡ്യൂട്ടിക്കായിട്ട് പോലീസിൻ്റെ വണ്ടിയും നമുക്ക് കാണാൻ സാധിക്കും. എപ്പോഴും പോലീസുകാരും അല്ലാതെ പോർട്ടിൻ്റെ സെക്യൂരിറ്റിയും നിലവിൽ 24 hours ഇവിടെ തന്നെ ഉണ്ട്. ഇതാണ് ആ റോഡ്, ഞാൻ മാപ്പിൽ കാണിച്ച റോഡ്. നമുക്ക് ഇടതുവശത്തോട്ടാണ് പോകേണ്ടത്. വലതുവശത്തേക്ക് പോവാറും ഇടതുവശത്തേക്ക് നിലവിൽ വിഴിഞ്ഞം കോവളം ഭാഗത്തേക്കാണ് പോകുന്നത്. അതൊരു KSRTC ബസ്സൊക്കെ പോകുന്നുണ്ട്. കണ്ടോ,
നമുക്ക് പോകുന്ന വഴിക്ക് വല്ല ലോറികളും വരുന്നുണ്ടോ എന്ന് നോക്കാം. ഈ പറയുന്ന പോർട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള സ്റ്റോണുമായിട്ടൊക്കെ ലോറികൾ ധാരാളം ഈ റോഡാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഈ ഉച്ച സമയത്തായതുകൊണ്ടാണ് ഞാൻ ഇറങ്ങിയതെല്ലാം ഉച്ച സമയത്തായതുകൊണ്ടാണ് അധികം ലോഡൊന്നും വരാത്തത്. അല്ലെങ്കിൽ എപ്പോഴും ലോഡുമായിട്ട് ലോറികളൊക്കെ വരുമായിരിക്കും. ലഞ്ച് ബ്രേക്കും ഫുഡ് കഴിക്കേണ്ട സമയമായതുകൊണ്ടാണ് അധികം തിരക്ക് ഇവിടെ ഇല്ലാത്ത. അല്ലാത്ത ദിവസങ്ങളെല്ലാം അതെന്നാലും ലോറികളൊക്കെ വരുന്നുണ്ട്. ഇതെല്ലാം നമ്മളെ പോർട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളായിട്ട് വരുന്നതാണ്. ഉണ്ടോ, ഇതാണ് നമ്മൾ ഈ ദൂരെ കാണുന്നതാണ് മുക്കോല ജംഗ്ഷൻ. നമ്മൾ മാപ്പിൽ കണ്ടതല്ല, ഇത് കുറച്ച് തിരക്കുള്ള സ്ഥലമാണ്. ചെറിയ മാർക്കറ്റും ആൾക്കാർക്ക് സാധനങ്ങൾ മേടിക്കാനും മീൻ മേടിക്കാനും പറ്റുന്ന, നമ്മൾ വിഴിഞ്ഞത്തേക്കുള്ള മീനൊക്കെ ഇവിടെ വരും. എല്ലാ സാധനങ്ങളും ഇവിടെ വരും. ഇവിടെ ഞാൻ പോകുമ്പോഴൊക്കെ ഞാൻ ഇവിടെ കണ്ടിട്ടുണ്ട്. ഉണ്ടോ, ഇവിടെ ഇത്തിരി തിരക്കുള്ള സ്ഥലമാണ് ഈ മുക്കോല. എനിക്കിവിടെ 3 കവലകൾ ചേരുന്ന സ്ഥലമാണോ മുക്കോല എന്ന് തന്നെ എനിക്ക് സംശയമുണ്ട്. എനിക്ക് എൻ്റെ പേര് ഞാനായിട്ട് പറഞ്ഞാണ് കേട്ടോ. ഞാൻ നേരത്തെ കണ്ട ഒരു മരമില്ല, അത് ആ ഫ്രണ്ടിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇത്രയും ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുള്ളൂ. അടുത്തായിട്ട് എല്ലാവർക്കും കോമൺ ആയിട്ടുള്ളൊരു ഡൗട്ടാണ്, എപ്പോഴും വീഡിയോ ഇടുമ്പോൾ ചോദിക്കാറുണ്ട്. നമ്മുടെ വിഴിഞ്ഞം ഇൻ്റർനാഷണൽ പോർട്ടിലേക്ക് അടുത്തെപ്പോഴാണ് ഷിപ്പ് വരുന്നത്, അതായത് നിലവിൽ ക്രെയിനുമായിട്ട് ഷിപ്പ് എപ്പോഴാണ് വരുന്നത് എന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് ഷെൻഹുവ സീരീസിലെ കപ്പലുകളാണ് സാധാരണയായി ഷെൻഹുവ 24, ഷെൻഹുവ 15, ഷെൻഹുവ 26 ഇതുപോലുള്ള കപ്പലുകളാണ് സാധാരണയായിട്ട് നിലവിൽ നമ്മുടെ വിഴിഞ്ഞം പോർട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിലവിൽ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഷെൻഹുവ 15ൻ്റെ കറണ്ട് സ്റ്റാറ്റസ് നമുക്ക് നോക്കാം. ഇപ്പോൾ ഷെൻഹുവ 15 എവിടെയുണ്ട്? ഇപ്പോൾ മാർച്ച് മാസത്തോടനുബന്ധിച്ചാണ്. മാർച്ച് മാസം മിഡ് ഡേ മാർച്ചാണോ, മാർച്ച് സ്റ്റാർട്ടിംഗ് ആണോ എന്ന് എനിക്കറിയില്ല. മാർച്ച് മാസം എത്തുമെന്നാണ് ഞാൻ അറിഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഷെൻഹുവ സീരീസ് നമുക്ക് നോക്കാം. ഇനി അടുത്ത് ഷെൻഹുവ സീരീസ് ആണോ വരുന്നതെന്ന് ചോദിച്ചാൽ അത് വ്യക്തമല്ല. എന്നാലും നമുക്ക് നിലവിൽ വന്ന ഷിപ്പായിരിക്കും വരാൻ ചാൻസ് വളരെ കൂടുതൽ. അങ്ങനെയാണ് നമുക്ക് ഷെൻഹുവ സീരീസിൻ്റെ ഷിപ്പിൻ്റെ കറണ്ട് സ്റ്റാറ്റസ് നോക്കാം. ഇതാണ് നമ്മുടെ ഷെൻഹുവ 15. ഷെൻഹുവ 15ൻ്റെ കറണ്ട് സ്റ്റാറ്റസ് ഞാൻ ഇൻഫോം റിസീവ് ചെയ്യുന്നത് 2/28/2024 കറണ്ട് സ്റ്റാറ്റസാണ്. അതായത് ഇനി ഡെസ്റ്റിനേഷൻ ഇഷിഗാക്കി എന്നാണ് അതിൽ എഴുതിയിട്ടുള്ളത്. അത് എവിടെ നിന്നാണ് ഷിപ്പ് സ്റ്റാർട്ട് ചെയ്ത് നമുക്ക് നോക്കാം. നമ്മൾ ഷിപ്പ് വരുമ്പോൾ തന്നെ വിഴിഞ്ഞത്തേക്കുള്ള ഷിപ്പ് വരുമ്പോൾ സ്റ്റാർട്ടിങ്ങും എപ്പോഴും നമ്മൾ നോക്കാറുണ്ട് എവിടെ നിന്നാണ് ഷിപ്പ് വരുന്നത്. ഇത് ഈ നാങ്ടോങ് ടൗൺ ചൈനയിലാണ്. ഞാൻ ഒന്നുകൂടി സൂം ഔട്ട് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇത് ചൈന എന്ന രാജ്യത്തിലെ, ചൈന കാണാൻ സാധിക്കും. ചൈന എന്ന രാജ്യത്തിലെ ഷാങ്ഹായിലെ നാങ്ടോൺ എന്ന ടൗണിലെ ഒരു പോർട്ടുണ്ട്. ഇവിടെ കുറച്ച് ദിവസങ്ങളായിട്ട് ഷെൻഹുവ 15 ഉണ്ട്. ഞാൻ എല്ലാ ദിവസവും നോക്കാറുണ്ട് എപ്പോഴെങ്കിലും ഈ പറഞ്ഞ സ്ഥലത്ത് നിന്ന് വിഴിഞ്ഞൊന്ന് ഡെസ്റ്റിനേഷനിലേക്ക് മാറിയിട്ടുണ്ടോ എന്ന്. പല ഷിപ്പിനെയും ഞാൻ നോക്കാറുണ്ട്. അപ്പോൾ ഇത് അവിടെ തന്നെ കുറച്ച് ദിവസങ്ങളായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് ഇപ്പോൾ ലോഡുമായിട്ട് ഇത് പോകുന്നതായിട്ട് ഒന്നുകൂടി ഞാൻ നോക്കാം. പോകുന്നത് ഇഷിഗാക്കി എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ്. ഇതാണെങ്കിൽ നമുക്ക് നോക്കാം എവിടെയാണെന്ന് നോക്കാം. ഇത് തൊട്ടടുത്താണ് എൻ്റെ ഐലൻഡ്. ഇഷിഗാക്കി ഇതാണ് സ്ഥലം. ഇത് ജപ്പാൻ്റെ ഒരു ഐലൻഡാണിത്. ഇവിടത്തേക്കാണ് ലോഡുമായിട്ട് നമ്മുടെ ഷെൻഹുവ 15 വരുന്നത്. ഉണ്ടോ, തൊട്ടടുത്ത് തന്നെയാണ് ഷെൻഹുവ 15 വരേണ്ടത്. അങ്ങനെയാണെങ്കിൽ ഞാൻ അങ്ങനെ തൊട്ടടുത്ത് തന്നെ പറയാൻ കാരണം, വേണമെങ്കിൽ ഇവിടെ അൺലോഡ് ചെയ്തിട്ടും നമുക്ക് ഷെൻഹുവ 15 വരേണ്ട ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. നമുക്ക് സ്ഥിരമായിട്ട് നമ്മുടെ വിഴിഞ്ഞം പോർട്ടിലേക്ക് ക്രെയിനുമായിട്ട് വരുന്ന ഐലൻഡ് ആവട്ടെ, നമ്മുടെ ഷാങ്ഹായിലെ തന്നെ ചാൻസിങ് ഐലൻഡ്, സ്ഥിരമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്നവർക്ക് എല്ലാവർക്കും വ്യക്തമായിട്ടറിയാം ഈ ഐലൻഡിൽ നിന്നാണ് കണ്ട പല നിറത്തിലുള്ള ക്രെയിൻസ് ഉണ്ട്. ഇതതിൻ്റെ ഇപ്പം ഷിപ്പ് കറണ്ട് സ്റ്റാറ്റസ് ആണെങ്കിലും ഈ ഇരിക്കുന്ന ക്രെയിനുകളെല്ലാം തൊട്ട് താഴെ നമ്മൾ ഗൂഗിൾ എർത്ത് മാപ്പിൻ്റെ വ്യൂയിലൂടെ കാണുന്നതാണ്. അപ്പോൾ ക്രെയിനുകളെല്ലാം ഇപ്പോൾ നിലവിലവിടെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ കറക്റ്റല്ല. പക്ഷേ ഷിപ്പ് കറക്റ്റാണ്. നമ്മളെ ഷിപ്പ് ട്രാക്കിംഗ് സോഫ്റ്റ്വെയർ ആണ്. അതുകൊണ്ട് ഷിപ്പ് കറക്റ്റായിട്ട് നമുക്ക് സ്റ്റാറ്റസ് അറിയാൻ പറ്റും. പല നിറത്തിലുള്ള ക്രെയിൻസ് എല്ലാം ധാരാളമായി ഇവിടുന്നുണ്ട്. ഇവിടെ നിന്നാണ് ഒരു നീല നിറത്തിലുള്ള ക്രെയിനുമായിട്ടാണ് നമ്മുടെ ഒരു നീല നിറത്തിലുള്ള ക്രെയിനുണ്ട്. ഇതിപ്പോഴും കറണ്ടായിട്ടല്ല കേട്ടോ. ഈ നീല നിറത്തിലുള്ള ക്രെയിനുകളുമായിട്ടാണ് നമ്മളെ പോർട്ടിലേക്ക് ഷെൻഹുവ 15, ഷെൻഹുവ 24, ഷെൻഹുവ 26 ഒക്കെ എത്തുന്നത്. ഇനി അടുത്ത് നമുക്ക് അറിയേണ്ടത് ഷെൻഹുവ 24. നമുക്ക് നോക്കാം കറക്റ്റായിട്ട് എവിടെ എത്തിയെന്ന് നമുക്ക് നോക്കാം, അല്ലെങ്കിൽ ഇപ്പോൾ എവിടെയുണ്ടെന്ന് നോക്കാം. ഇപ്പോൾ ഡെസ്റ്റിനേഷൻ ഷാങ്ഹായാണ് കാണിക്കുന്നതെങ്കിലും ഇത് ഐലൻഡ് ചാൻസിങ് ഐലൻഡ് തന്നെയാണ്. അതായത് ഷെൻഹുവ 24 ഇവിടെ ചാൻസിങ് ഐലൻഡ് തന്നെ ഉണ്ട്. ചിലപ്പോൾ മേ ബി ചാൻസ് വളരെ കൂടുതൽ ഷെൻഹുവ 24 ആയിരിക്കാം, ഉറപ്പില്ല. മാർച്ചോടെ ആയിരിക്കും ഈ പറയുന്ന ഷിപ്പ്, നമ്മുടെ ഷെൻഹുവ സീരീസിലെ ഷിപ്പ് നമ്മുടെ വിഴിഞ്ഞം ഇൻ്റർനാഷണൽ പോർട്ടിൽ വരുന്ന വ്യൂ കൂടി ഞാൻ എല്ലാവർക്കും അറിയാമെന്നുള്ളതാണ്. എന്നാലും ആദ്യമായിട്ട് കാണുന്നവർക്ക് ഞാൻ പറഞ്ഞു തരാം. ഷാങ്ഹായിൽ നിന്നും
ഈ കപ്പൽ സ്റ്റാർട്ട് ചെയ്ത് ഈസ്റ്റ് ചൈന സീ വഴി തായ്വാൻ വഴി ഹോങ്കോങ്ങിലെത്തി. അവിടെ നിന്നും സൗത്ത് ചൈന സീ വഴി നേരെ സിംഗപ്പൂർ വന്നു. മലേഷ്യ വഴി മലാക്ക കടലെടുക്ക് വഴി നേരെ ആൻഡമാൻ സീയിൽ വന്നിട്ട് ബേ ഓഫ് ബംഗാളിൽ കയറി ശ്രീലങ്കയുടെ അടുത്തുകൂടി, അതായത് കൊളംബോ പോർട്ടിൻ്റെ അടുത്തുകൂടി നമ്മുടെ വിഴിഞ്ഞം ഇൻ്റർനാഷണൽ പോർട്ട് വേണ്ടത്തേക്ക്, ഇതാ നമ്മുടെ വിഴിഞ്ഞം പോർട്ട് ഇവിടേക്ക് വരും. ഇങ്ങനെയാണ് ഷിപ്പുകളെല്ലാം നമ്മുടെ വിഴിഞ്ഞം ഇൻ്റർനാഷണൽ പോർട്ടിലേക്ക് ക്രെയിനുമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. ഇനിയും ആ വ്യൂ തന്നെയായിരിക്കും വരുന്നത്. ഇതാണ് നമ്മുടെ ഷിപ്പുകളുടെയൊക്കെ കറണ്ട് സ്റ്റാറ്റസ്. ഫ്രണ്ട്സ്, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഫാമിലി മെമ്പറിൽ ഒരു അംഗമായി കഴിഞ്ഞാൽ ഞാനിടുന്ന ഓരോ വീഡിയോയും നോട്ടിഫിക്കേഷൻ നിങ്ങൾ ആദ്യമായി എത്തുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.